അവിടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് സ്മൃതി. മഴ വളരെ കുറഞ്ഞ പ്രദേശമാണത്. അതുകൊണ്ട് ജനങ്ങൾ ഗ്രൗണ്ട് വാട്ടർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്ലാച്ചിമടയിലെ ജനങ്ങൾ മൈലം അടക്കമുള്ള ആളുകൾക്ക് ദുരിതമയമായത്. കാരണം മഴയില്ല അവിടെ. ഇപ്പോൾ കേരളത്തിലെ ആവറേജ് മഴയുടെ വളരെ കുറവാണ് ഈ ചിറ്റൂർ താലൂക്കിലും എലപ്പുള്ളിയിലും ഈ കഞ്ചിക്കോട് പ്രദേശത്തുമൊക്കെ. അപ്പം മഴ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് ഈ വെള്ളം കണ്ടെത്തുന്നത്? ഈ വെള്ളം നാളെ അവരെങ്ങനെയും കണ്ടെത്തിക്കോളുമെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പം പ്രയോറിറ്റി ഇവർക്ക് വരും സ്മൃതി. അതാണ് എൻ്റെ പ്രശ്നം. ഇവർ 600 കോടി മുടക്കിയതല്ലേ, അവരെ കമ്പനി പൂട്ടിക്കാൻ പറ്റുമോ? അവർക്ക് വെള്ളം കൊടുക്കേണ്ടതെന്ന് വയ്ക്കും. പ്ലാച്ചിമട സമരം തുടങ്ങിയപ്പോഴും ഞങ്ങൾ വികസന വിരുദ്ധരായിട്ട് കുറേ ആൾ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ DYFI വന്നു, നന്നായി. അപ്പോൾ അവർ വികസന വിരുദ്ധരല്ല, പ്ലാച്ചിമട പൂട്ടിക്കാൻ വന്നപ്പോൾ. ഏതായാലും പ്ലാച്ചിമട കമ്പനി പൂട്ടിക്കുന്നതിൽ ശ്രീ MP രാജേഷ് അടക്കം, ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് അടക്കം പ്രവർത്തിച്ചതാണ്. എന്താ കാര്യം? അദ്ദേഹത്തിന് വികസന വിരുദ്ധം ഉണ്ടായിട്ടല്ല. ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, അവിടുത്തെ കൃഷി നശിച്ചു. ഇനി ഒരു കാര്യം കൂടി, പ്ലാച്ചിമടയിലെ നഷ്ടപരിഹാര ട്രിബ്യൂണൽ വെച്ചിട്ട് ഇന്ന് വരെ 5ന്റെ പൈസ കൊടുത്തിട്ടില്ല അവർക്ക്. എത്ര കൊല്ലം? 2012 ഈ കേരള നിയമസഭ തീരുമാനിച്ചതാ. കേന്ദ്രം മടക്കി അയച്ചു. എന്നാൽ പുതിയതുണ്ടാക്കണ്ടേ? അതിന് പറ്റിയ കേരളത്തിനല്ലേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആരായതിന് പെർമിഷൻ കൊടുത്തത്? കേന്ദ്രമല്ലല്ലോ, കേരളമല്ലേ അതിൻ്റെ പെർമിഷൻ കൊടുത്തത്. കേരള ഗവൺമെൻറ്, സഖാവ് നായനാരുടെ ഗവൺമെൻറ് കാലത്താണ് അത് വന്നത് 2000-ൽ. അപ്പോൾ കേരള ഗവൺമെൻറ്, അത് നായനാരാണോ ഉമ്മൻചാണ്ടിയാണോ ഏക്കാനാണോ എന്നുള്ളതല്ല ചോദ്യം. കേരള ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത് ഇങ്ങനൊരു സ്ഥാപനം വന്നു. അതിൻ്റെ ഫലമായി ദുരിതമുണ്ടായി. അവിടെ കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി അതിന് ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം 2011 ബില്ല് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചു. കേന്ദ്രം ഉന്നയിച്ച കാര്യങ്ങൾക്ക് 2011 തന്നെ സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഒടുവിൽ ബില്ല് അംഗീകരിക്കാനാവില്ലെന്ന രാഷ്ട്രപതിയുടെ തീർപ്പോടുകൂടി ബില്ല് 2015 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചിരിക്കുന്നു. ഇതാണ് അവസാനം ഉണ്ടായത്. അതാ പറഞ്ഞത് 2015 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 9 കൊല്ലായി. അതെ. അതിലെന്ത് നടപടിയെടുത്തു? കേന്ദ്രം തിരിച്ചയച്ചു എന്നുകൊണ്ട് കൈകെട്ടിയിരുന്നാൽ മതിയോ? അവിടെ നഷ്ടപ്പെട്ട കുടിവെള്ളം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, കൃഷി നഷ്ടപ്പെട്ട ജനങ്ങളോട് മറുപടി പറയാൻ കേരള ഗവൺമെൻറ് ബാധ്യസ്ഥമല്ലേ? ഞാൻ പറഞ്ഞു, ഇതന്നെയായിരിക്കില്ലേ എലപ്പുള്ളിയിലെ സ്ഥിതി, ഇതന്നെയായിരിക്കില്ലേ വേറെ എവിടത്തെങ്കിലും സ്ഥിതി. അപ്പം അതുകൊണ്ട് അതിന് പ്ലാച്ചിമടയ്ക്ക് ഒരു മറുപടി പറയാതെ എങ്ങനെയാണ് പുതിയൊരു കമ്പനിയെ ആ തൊട്ടടുത്ത പ്രദേശത്ത് കൊടുക്കാൻ പറ്റുക? എലപ്പുള്ളി പഞ്ചായത്തിലെ ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് ഇവരൊന്ന് അന്വേഷിക്കട്ടെ. MP രാജേഷിന് അറിയാതിരിക്കില്ല. ഇവിടെ 2 തവണ MP ആയിരുന്ന ആളാണ്, 2-3 തവണ. അപ്പം അദ്ദേഹത്തിന് അറിയും. ശരി, അരുൺ, ഇതിനൊക്കെ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം പാലക്കാട് നിന്നുള്ള മന്ത്രിയാണ് എക്സൈസ് മന്ത്രി. അപ്പോൾ പാലക്കാട് പോലുള്ള ഒരു പ്രദേശത്ത് വീണ്ടും ഈ തരത്തിൽ ഒരു പ്ലാന്റ് എങ്ങനെ സ്ഥാപിക്കുമെന്നുള്ള ചോദ്യമാണ് പാലക്കാട് മന്ത്രി എന്ന നിലയ്ക്ക് MP രാജേഷ് നേരിടേണ്ടി വരുന്നത്. അരുൺ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.